ഹലോ. പനി കുറവുണ്ടോ? ആ, പനി മാറി. പ്രകാശൻ എന്താ ഇവിടെ വന്നത്? അറിയില്ല, ഏതോ ഒരു ഉൾപ്രേരണ എന്നെ ഇവിടെ എത്തിച്ചു. എന്ന് പറഞ്ഞ? കാണുമ്പോൾ നേരിട്ട് പറയാം. ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ കുളിക്കാൻ പോണു. എന്നാ സൂക്ഷിച്ച് കുളിച്ചോളൂ, ഞാൻ പിന്നെ വിളിക്കാം. बस 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 एक साथ मेरा मोबाइल पर वाईफाई नहीं मिल रहा है इधर। वाईफाई के बिना कैसे रहेंगे इधर? वाईफाई चाहिए ना मेरे को। मेरे को मच्छर का प्रॉब्लम है, रूम में मच्छर काटता है। ഹലോ. ഉള്ളിലെന്തോ ഒരു വിങ്ങല് പോലെ. വിങ്ങലെന്ന് പറഞ്ഞാൽ എന്താ? വയറുവേദന? മനസ്സിലുള്ളത് മുഴുവൻ ആരോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന മനപ്രയാസമാണ് വിങ്ങൽ. എങ്കിൽ പിന്നെ ആരോടെങ്കിലും പറഞ്ഞൂടെ? അങ്ങനെ വല്ലവരോടും പറയാൻ പറ്റുന്നതല്ലേ ഇത്. പിന്നെ എനിക്കറിയില്ല, സലോമി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. നാളെ പറ്റുമോ? എവിടെ വെച്ച് കാണും? അത് ഞാൻ നാളെ പറയാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എത്ര വേഗത്തിലാണ് ഈ മെട്രോ റെയിലിൻ്റെ പണി തീർന്നത്. ആദ്യം നമ്മൾ ഈ ശ്രീധരൻ സാറിനോട് നന്ദി പറയാം. അയ്യോ, അദ്ദേഹത്തിന്റെ ഇവിടെ പൊന്നാനിയിലല്ലേ? ഈ ട്രെയിൻ ആ വഴി പോവില്ല. ഇപ്പം പറയണ്ട, അത് പിന്നെ ഞാൻ കാണുമ്പോൾ പറഞ്ഞോളാം. ഞാൻ വിചാരിച്ചിപ്പ പറയാനാ. സത്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു മെട്രോ ട്രെയിൻ പോലെയല്ലേ? ആണോ? പിന്നെ എവിടുന്നോ പുറപ്പെടുന്നു, ഏതൊക്കെയോ സ്ഥലത്ത് നിർത്തുന്നു, ആരൊക്കെയോ കയറുന്നു. അയ്യോ, അങ്ങനെ എവിടുന്നോ അല്ല, ആലുവെന്നാ പുറപ്പെടുന്നത്. പിന്നെ തോന്നിയെടുത്തൊന്നും നിർത്തില്ല. ആലുവ കഴിഞ്ഞ പിന്നെ കമ്പനിപ്പടി, കളമശ്ശേരി, എടപ്പള്ളി, കലൂർ, അങ്ങനെ അങ്ങനെ. പല ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട്. എന്തു പറ്റി? ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്കിഷ്ടപ്പെട്ട നോവല കാട്ടാക്കട തങ്കപ്പൻ്റെ ചാക്കിലാപ്പെട്ട പൂച്ച. അത് വായിക്കാൻ വേണ്ടി എടുക്കും, ഒരു പേജ് വായിക്കും, അടച്ചു വയ്ക്കും. അതെന്താ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. സലോമിക്ക് അറിയോ, ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പുലർച്ചെ 3 മണിവരെ പേപ്പറും പേനയായി വെറുതെ കുത്തിയിരിക്കും. ഒരു വരി കവിത പോലും പറ്റില്ല. എന്നാ പിന്നെ ചെറുകഥ ഒന്ന് ട്രൈ ആയിരുന്നില്ലേ? സലോമിക്ക് എൻ്റെ പ്രശ്നം മനസ്സിലാകുന്നില്ല. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സെൻ്റെ കൺട്രോളിലല്ല. വളച്ചൊടിക്കാതെ കാര്യം പറയാം. സലോമി എൻ്റെ പ്രശ്നം. സലോമിയോടുള്ള സ്നേഹം എനിക്ക് അടക്കി നിർത്താൻ പറ്റുന്നില്ല. കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയത്തില്ല. സലോമി പോവാന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്കറിയില്ല, സലോമി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇതിങ്ങനെയല്ലാതെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ. സത്യം പറഞ്ഞാൽ യാത്ര പറയാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പോയിട്ടില്ല. മുമ്പ് ഓരോ തവണ കാണുമ്പോഴും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പ്രകാശം പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അറിയോ? പ്രകാശനല്ല, ആകാശ്. PR ആകാശ്. സോറി. നോ പ്രോബ്ലം. Jetzt lernen wir perfekt. Was haben Sie gestern gemacht? Sagen Sie. Was haben Sie gestern gemacht? Sehr gut. Was haben Sie gestern gemacht? ഇഷ് ഹാബേ. ആ വാക്കെന്തായിരുന്നു പക്ഷേ? Deutsch. ഡോയ്ച്ച്. ഗെലൻ. Gelernt. ഡാങ്കെ. വി ഗെറ്റ്സ് ഡിയർ മിസ്റ്റർ ഗോപാൽ. അല്ലയോ ഗോപാൽജി, താങ്കൾക്ക് സുഗന്ധനല്ലേ? ജർമ്മനാ. വി ഗെറ്റ്സ് ഡിയർ. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ. ഇങ്ങോട്ടാ അസുഖം കൊണ്ട് കൊടുത്തോണ്ട്. ഒരു കല്യാണമുണ്ട്, ഭാര്യയുടെ ബന്ധുവിൻ്റെയാ. പിന്നെ നിന്റെ ജർമ്മൻ ഭാഷയൊക്കെ ഓക്കെ, പക്ഷേ വിസ കിട്ടാൻ വേറെ ഉണ്ടല്ലോ കടമ്പകൾ. നല്ലോണം കാശ് ചിലവാകും. വിസ സംഘടിപ്പിക്കാൻ പറ്റിയ ആളെ കണ്ടു കിട്ടണം. അതൊന്നും ഇല്ലാതെ തന്നെ ജർമ്മനിയിലേക്ക് പറക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ഗോപാൽജി. എങ്ങനെ? നേഴ്സ്, ഹസ്ബൻഡ് വിസ. ഇത്ര പെട്ടെന്ന് എങ്ങനെയാടാ അങ്ങനെ ഒരു നേഴ്സ്? പഠിക്കുമ്പോൾ ഉള്ള പരിചയം.
പിന്നെ വിട്ടുകളഞ്ഞതായിരുന്നു. അവൾക്കിപ്പോൾ ജർമ്മനി ജോലി കിട്ടി. അത് വീണ്ടും വലിയിട്ട് പിടിച്ചു. അപ്പം നീ അവളെ കിട്ടുമോ? കെട്ടും. പക്ഷെ ജർമ്മനി എത്തിക്കഴിഞ്ഞാൽ ആ കെട്ട് ഞാൻ അഴിക്കും. എങ്ങനെ? അല്ല, അവിടെ ജോലിയായി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇതിൽ നിന്ന് പോരും. പിന്നെ നാട്ടിൽ വന്നിട്ട് അന്തസ്സുള്ളൊരു കുടുംബത്തിൽ നിന്ന് മണി പോലൊരു പെണ്ണ് വേറെ കിട്ടാമല്ലോ. അച്യുതൻ മാഷിൻ്റെ മോൻ തന്നെയാണോ നീ? ഗോപാൽജി, ദൈവം മനുഷ്യന് ബുദ്ധി നൽകിയിരിക്കുന്നത് അത് സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കാം. അച്ഛനിടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ലക്ഷ്യമാണ് പ്രധാന മാർഗമല്ല. ഒരു ജോലിക്ക് വേണ്ടി ആരെ വേണമെങ്കിലും വഞ്ചിച്ചോ എന്നാണോ അതിൻ്റെ അർത്ഥം? ഇതിലെന്ത് വഞ്ചന? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്. രാവിലെ കല്യാണം, വൈകിട്ട് ഡൈവോഴ്സ്, ഇത്രേ ഉള്ളൂ. ഗോപിയേട്ടാ, 10:30 അവര് പുറപ്പെടും, പോവണ്ടേ? ഞാൻ റെഡി. ഇത് ഗോപാൽജിയുടെ വൈഫല്ലേ? അതെ, പ്രകാശനല്ലേ? ആയിരുന്നു. ഇപ്പൊ ആകാശ്, PR ആകാശ്. ആകാശം ഒതുങ്ങില്ല നീ, ബഹിരാകാശ്. അതാ കൂടുതൽ നല്ലത്. ബഹിരാകാശത്ത് തെങ്ങും തൈ നടക്കുന്നവനാ ഇവൻ. അച്ഛാ, ബഹിരാകാശം എന്ന് പറഞ്ഞ സ്പേസ് അല്ലേ? അവിടെ തെങ്ങും തൈയൊക്കെ നടാൻ പറ്റൂ? പറ്റും. നിന്റെ അച്ഛൻ അച്യുതൻ മാഷായിരുന്നെങ്കിൽ ഏത് തൈയും എവിടെ നടാൻ പറ്റും. അമ്മച്ചി, സലോമി എന്നെ വിളിച്ചു, ഹലോ എന്ന് പറഞ്ഞു. എന്നിട്ടൊരു കരച്ചിലാണ് കേട്ടത്. എന്താ ഉണ്ടായത്? സലോമിയോട് അവള് കിടപ്പാ മോനെ, ഒന്നും കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല. എന്താ കാര്യമെന്ന് പറ. അവളുടെ ജർമ്മനി പോക്ക് മുടങ്ങി. അയ്യോ, വിസയ്ക്ക് ഒരു 3 ലക്ഷം രൂപ കൂടി കൊടുക്കാനുണ്ടായിരുന്നു. ഈ വീട് സ്ഥലവും ബാങ്കിൽ പണയം വെക്കാമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് ആധാരം ബാങ്കുകാരെ കാണിച്ചപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. സലോമിയുടെ അപ്പച്ചൻ്റെ ഒരു പെങ്ങള് കന്യാസ്ത്രീയാ, ഇറ്റലിയിൽ. സ്വത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ അവരുടെ ഒപ്പില്ലാതെ ബാങ്കുകാർ പണം തരില്ല. എന്നിട്ട് ഇറ്റലി വിളിച്ചില്ലേ? വിളിച്ചു. അവൾ വന്ന് ഒപ്പിടാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ വരാൻ 1 മാസം കഴിയും. അവിടെ പോപ്പിൻ്റെ ഒരു വലിയ സമ്മേളനം നടക്കും അത്രേ. അപ്പോഴേക്കും വിസയുടെ കാലാവധി തീരും. 3 ലക്ഷം വേണമല്ലേ? മോൻ വ്യാകുലപ്പെടുവൊന്നും വേണ്ട. കർത്താവ് കനിഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ മതി. സലോമി കരയാതിരിക്കുക. അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന വിഷയമൊന്നുമില്ലല്ലോ, അത് കളയാൻ പാടില്ല. ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ. അമ്മച്ചി വിളിച്ചെഴുന്നേപ്പിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അസുഖമൊന്നും വരുത്തി വെക്കണ്ട. അവനെ ഒന്ന് തന്നെ. എന്താ പക്ഷേ നമുക്കൊരു കൂട്ടപ്രാർത്ഥന നടത്തിയാലോ? അന്നത്തെ പ്രാർത്ഥനയെ അത് വർക്കൗട്ട് ആയിട്ടില്ല. ഞാനൊന്ന് പോയിട്ട് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണുള്ള പ്രാർത്ഥന. യശ പ്രകാശ, നീ വല്ല ചാനലും കയറി കോമഡി ഷോയ്ക്ക്. ഉറപ്പാ നിന്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ച് മരിക്കും. അനിതേ, അമ്മയെ വിളിക്ക്. നല്ല കോമഡി ആക്കണമെങ്കിൽ വരാൻ പറ. ഇവിടെ ഒരാളെ ജർമ്മനി പോകുന്നു. എന്താ പ്രതിഭ? അമ്മ ദൈവം ജർമ്മനിക്ക് പോകുന്നു, നഴ്സിൻ്റെ പണിക്ക്. വിസയ്ക്ക് 3 ലക്ഷം രൂപ വേണോ അത്രേ. ഈശ്വര, നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കാതെ. നിനക്ക് എന്ത് പറ്റി പ്രകാശ? തമാശ അല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും കാലായി, നീ ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ പണിയെടുത്തോ? പിന്നെ ജർമ്മനി. അമ്മ ഇവിടെ നക്കാപ്പിച്ച ശമ്പളമേ കിട്ടുള്ളൂ. എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ സമരം ചെയ്യണം. അപ്പോൾ ആശുപത്രിക്കാരെ ഗുണ്ടകൾ വന്ന് മുട്ടുകാർ തല്ലി ഓടിക്കും. ഞാൻ 4 കാലം എഴുതാൻ അമ്മയ്ക്ക് കാണണം. നീ 2 കാലിൽ നടന്നിട്ട് വല്ല ഗുണമുണ്ടോ? 4 കാലം ഒരു ചേഞ്ച് അല്ലടാ. എന്തിനും പണ്ടേ സംസ്കാരം. എടാ, ബൈക്ക് വെച്ചാലും പിന്നെ വേണ്ട പണം. കിട്ടുന്നതാവട്ടെ. എടാ, നിന്റെ അളിയനെ ദുബായ് ഡ്യൂട്ടി ഫ്രീന്ന് 6 കോടി ലോട്ടറി അടിച്ചില്ലേ? ഈ 3 ലക്ഷം അയാൾക്കൊരു പ്രശ്നമാണോ? 10 പൈസ കിട്ടില്ല. അയാൾ അല്പന. ലോട്ടറി അടിച്ചപ്പോൾ തന്നെ ഡ്രൈവർ ജോലി വേണ്ടെന്ന് വെച്ചില്ലേ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പറ. എന്തെങ്കിലും ഈട് കൊടുക്കണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എടാ, നമ്മുടെ ആ മാവുങ്കല കേശവനാരല്ലേ, ആ, പുള്ളി തരും. പക്ഷെ കൃത്യമായിട്ട് പലിശ കൊടുക്കേണ്ടി വരും. അത് പ്രശ്നമില്ല. അതെ, കൊടുക്കാൻ തീരുമാനിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ഈട് കൊടുക്കാൻ വീടും സ്ഥലമൊക്കെ കൂട്ടുസ്വത്താ. അമ്മ ഇത് തരില്ല. പക്ഷേ ഇസ്ക കേശവനാര് വീണ വായിക്കണം. ഇവന് പ്രാണവേദനല്ലേ? ഈ വീണവാനിക്ക് പ്രാണവാനിക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ട്.
എന്തെല്ലാരും കൂടെ? കേശവേട്ടനെ ഒന്ന് കാണാമെന്നോ? അയ്യോ, ചേട്ടൻ മൂന്നാറിൽ ഭൂമി കയ്യേറാൻ പോയേക്കുവാ. ഭൂമി കയറാൻ? അതെ. അവിടെ പോലീസൊക്കെ ഉണ്ടാവില്ലേ? റിസ്ക് അല്ലേ? ഏയ്, വലിയൊരു കുരിശും കൊണ്ടാ ചേട്ടൻ പോയേക്കുന്നത്. കയ്യേറിയ സ്ഥലത്ത് ഈ കുരിശ് നാട്ടിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ രണ്ടും കൽപ്പിച്ച് അളിയനെ ചെന്ന് കാണാൻ വഴിയുള്ളൂ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന എന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലടാ. എന്നാലും ഒന്ന് മുട്ടി നോക്കാമല്ലേ? മുട്ടി നോക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബൈക്ക് കൊണ്ട് പോയിക്കോ. ഏതോ ഒരു കൃഷ്ണകുമാർ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ചേച്ചിയില്ലേ? ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. നീയായിരുന്നോ? ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് കയറി വിളിച്ചതാ. സംഭാവനക്കാരെ കൊണ്ട് തോറ്റടാ. ഇന്നലെ തന്നെ ഒരു പള്ളിയിലച്ചൻ വന്നിരുന്നു. എന്തോ അനാഥ മന്ദിരം പണിയാണെന്ന് പറഞ്ഞിട്ട്. വസന്തയുടെ സ്വഭാവം അറിയാലോ, ചോദ്യമില്ല ഉത്തരവില്ല. അപ്പം തന്നെ 5 ലക്ഷം രൂപ എഴുതി കൊടുത്തു. ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഓ, എന്ത് സുഖം. ഈ വീടിൻ്റെ പണി കഴിയുന്നതിന് വരെ ഭയങ്കര ടെൻഷനാണ് എൻ്റെ പ്രകാശ. അതുകൊണ്ടല്ലേ അമ്മയെ കാണാൻ പോലും വരാൻ പറ്റാത്തത്. കണ്ടില്ലേ, കപ്പലിൻ്റെ മോഡലിലാണ് പണിയുന്നത്. വസന്തേണ്ണന് കപ്പൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ എനിക്ക് പഴയ പോലെ തന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ അല്ലോ. ചേച്ചിയുടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് ചേച്ചി. ഉഗ്രൻ ജോലി ജർമ്മനിയിൽ. പക്ഷേ ചേച്ചി അളിയനും ചെറുതായിട്ടൊന്ന് കനിയണം. എങ്ങനെ? ചേച്ചിക്ക് കാശ് ശരിയായിട്ടില്ല. ഒരു 3 ലക്ഷം രൂപയുടെ കുറവുണ്ട്. ശമ്പളം കിട്ടിയ ആദ്യം ആ കാശ് ഞാൻ തിരിച്ചു തരും. പക്ഷേ വസന്തേട്ടനോട് പറഞ്ഞ് ചേച്ചി ഇതൊന്ന് ശരിയാക്കി തരണം. ഇന്നലെ നീ എവിടെയായിരുന്നു? ഇന്നലെ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വരായിരുന്നു? ഇന്നലെ എറണാകുളത്ത് നിൽക്കും. അത് എൻ്റെ കുറ്റമാണോ? എടാ, ഇന്ന് രാവിലെയാണ് ലംബോർഗിനി വാങ്ങാൻ തീരുമാനിച്ചത്. കയ്യിലുണ്ടായിരുന്ന കാശെടുത്ത് അപ്പം തന്നെ അഡ്വാൻസും കൊടുത്തു. ലംബോർഗിനി നന്ദിനി എന്നൊക്കെ പറയുന്ന പോലുള്ള പശുവല്ലേ? നാടനാണെങ്കിൽ വെച്ചൂരും കാസർഗോഡ് കുള്ളനൊക്കെയാണ്. ലംബോർഗിനി പശുവോ? എടാ പൊട്ട, ലംബോർഗിനി എന്ന് പറഞ്ഞാൽ വലിയ പണക്കാർ മാത്രം വാങ്ങുന്ന കാറാ. 2.5 കോടിയാ വില. എനിക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. നടക്കില്ല പ്രകാശ. വസന്തേട്ടൻ കാശൊക്കെ ബിസിനസ്സിൽ ഇട്ടേക്കുക. നീ ചെല്ല്. ലംബോർഗിനിയെ പറ്റിയാണ്. നീ ബൈക്ക് വിറ്റു അല്ലേ? പിന്നെന്ത് ചെയ്യാൻ? അമ്മയെ ലക്ഷത്തിൽ ഒരാൾക്ക് പോലും കിട്ടുന്ന വിസ അല്ലത്. നിന്നെ തീരെ വിശ്വാസമില്ലാത്തോണ്ട് ചോദിക്കുക. നിനക്ക് ശരിക്കും വിസ കിട്ടുമോ? എൻ്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ഒരിക്കലും നന്നാവാൻ പാടില്ല. ഞാൻ അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യാം. അതും നീ പലതവണ ചെയ്തതാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് നീ ഒന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു. വേറെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയതാണെങ്കിലും പ്രദീപന്റെ ഭാര്യ ഉണ്ടല്ലോ, നല്ല മനസ്സാ. നീ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് അവക്ക്. പ്രദീപൻ അറിയാതെ അവളുടെ പേരിലുണ്ടായിരുന്ന ചിട്ടി പിടിച്ചു. ചുരിദാറും ഉടുപ്പൊക്കെ തയ്ച്ചു കിട്ടിയ കുറച്ച് പണം എൻ്റെയിലും ഉണ്ട്. താങ്ക് യു. എത്ര കാണും? काम करने आया तो काम करो, मोबाइल में टाइम पास मत करो. दोबारा कंप्लेंट नहीं आना चाहिए, समझा? गोपाल जी, मैं तो मोबाइल चुप रहो, सब जाओ, जाओ, काम करो. ആ, ഇതെങ്ങനെ ഇവിടെ? വണ്ടി കണ്ടപ്പോൾ തോന്നി ആളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. എന്താ പുതിയ തട്ടിപ്പ്? തട്ടിപ്പ്? ഗോപാൽജി എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നല്ലാതെ. വണ്ടി കയറി. എല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷെ 1 ലക്ഷം പോയിട്ട് 1 രൂപ പോലും തരാൻ എൻ്റെ ഇല്ല. ഗോപാൽജിയെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് വിറ്റു. അമ്മ ഉള്ളതെല്ലാം നുള്ളിപ്പുറക്കി തന്നു. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ സലോമിയുടെ വിസ ക്യാൻസലാവും. ഞാൻ പെരുവഴിയിലും ആവും. ഒരു തിരിമറി കൂടി വന്ന 1 മാസം. അപ്പോഴേക്കും പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞാൽ ഇറ്റലിക്കാരിങ്ങ് വരുമല്ലോ. എൻ്റെ അച്ഛന് ഗോപാൽജി എന്ത് ഇഷ്ടമായിരുന്നു. ഞാനെന്ന് ചെറിയ കുട്ടിയാണ്. അച്ഛൻ എന്നും വീട്ടിൽ വന്ന് പറയും ഗോപാൽജിയെ പറ്റി. ആ ഇഷ്ടം കൊണ്ടാണല്ലോ മലമ്പുഴ കാണാൻ പോകാൻ അന്ന് കാശ് തന്നത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇല്ലാത്ത കാശ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരും? ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നല്ലേ പറയാറ്. ഔചിത്യം ഇല്ലാത്തവന് അപ്പം തന്നെ അടിക്കണം എന്നും പറയാറുണ്ട്. ആ ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. പുതിയല്ല. അല്ല, ഈ ടി വിയിലൊക്കെ പരസ്യത്തിൽ പറയാറുണ്ടല്ലോ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്. ഗോപാൽജിയുടെ വീട്ടിൽ കുറച്ച് സ്വർണം വെറുതെ ഇരിപ്പുണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിലില്ല, അതാ പരസ്യം പറയുന്നവൻ്റെ വീട്ടിൽ കാണാം.
അന്ന് കല്യാണത്തിന് പോകാൻ വന്നപ്പോൾ ചേച്ചിയുടെ കാര്യത്തിലുണ്ടായിരുന്ന മാല അതൊരു 5-5 പവൻ കാണത്തില്ലേ? അത് നോക്കി വെച്ചല്ലേ. അത് വിറ്റ 1 മാസത്തിനോ അതിനേക്കാൾ നല്ലോണം വാങ്ങാം. അതവിടെ തരില്ല, ബേറിലുള്ള ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തതാ. പറയുന്നത് തെറ്റാണോന്ന് അറിയത്തില്ല. ഇതൊരു ജീവൻ മരണം പോരാട്ടം ആയതുകൊണ്ട് പറയാ ഗോപാൽജി. ചേച്ചി അറിയാതെ എടുത്തു തരാൻ പറ്റുമോ? അത് ശരി, മോഷണം. ഇതെങ്ങനെയാ മോഷണമാകുന്നത്? ഗോപാൽജി ഒന്ന് ആലോചിക്കും. സ്വന്തം ഗുരുനാഥന്റെ മകന്റെ ജീവിതമാണോ വലുത്, 1 മാസത്തിനകം തിരിച്ചു കൊടുക്കുന്ന സ്വർണ്ണമാലയാണോ വലുത്? അതല്ല പ്രശ്നം. ഞാൻ ഇന്ന് വരെ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളൊരു ഭർത്താവാണോ? സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഇന്ന് കേരളത്തിലുണ്ടോ? പ്രകാശ, ഉറപ്പൊന്നും തരാൻ പറ്റില്ല. ഞാൻ ശ്രമിച്ചു നോക്കാം. അത് മതി, അത് മതി. ഗോപിയേട്ടനായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ ബിന്ദൻവലയുടെ പാസ്പോർട്ട് ഇവിടെ എവിടെയോ വെച്ചിരുന്നു. എപ്പോ വന്നു? ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. വരുമ്പോൾ പടക്കം പൊട്ടിക്കാൻ ഞാൻ മറന്നുപോയി. കുറച്ച് ചായ തരുമോ? സാധാരണ ബുധനാഴ്ച വരാറില്ലല്ലോ. സത്യത്തിൽ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ എൻ്റെ ഫോട്ടോ അയച്ചു തരത്തില്ലായിരുന്നോ? ഫോട്ടോ പോലെയാണോ നേരിൽ കാണുന്നത്? അപ്പൊ പാസ്പോർട്ട് എടുക്കാൻ വന്നാന്ന് പറഞ്ഞതോ? കൂട്ടത്തിൽ പാസ്പോർട്ട്. എന്താ ഒരു ശബ്ദം കേട്ടല്ലോ? നിന്റെ അച്ഛനും മതം പൊട്ടിയതാ. മതം പറഞ്ഞാൽ എന്താ വെച്ചാ? മതം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇസ്ലാം മതം, ക്രിസ്തു മതം, ഹിന്ദു മതം. അതെങ്ങനാ പൊട്ടുന്ന? നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? ചെല്, എനിക്കൊന്ന് ഉറങ്ങണം. അച്ഛാ, ഒരു കാര്യം പറയട്ടെ. എന്ത്? ഇത്തവണേ കന്യാകുമാരിയിലേക്കാണ് ഞങ്ങളുടെ എക്സ്കർഷൻ. അതിന് അല്ല, എവിടേക്കായാലും അതിനുള്ള ചെലവ് ഞാൻ തരും. പണ്ടുള്ള മലമ്പുഴയുടെ ഒരു കുരിശ് ഇതുവരെ തീർന്നിട്ടില്ല. തൽക്കാലം നീ ചെല്ല്, എനിക്കൊന്ന് ഉറങ്ങണം. ചായക്ക് മുമ്പ് ഇതങ്ങ് കഴിക്കാൻ. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നീ ഒരു സിനിമ കണ്ടിട്ട് നാളെത്രയായി? നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കുറുനരി. പോയി കണ്ടോളൂ. ഇപ്പോഴോ? ഫസ്റ്റ് ഷോ തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പിള്ളേരെയും വിളിച്ചോ, എനിക്ക് ആ സമയത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. അത് ശരി. ഗോപിയേട്ടനില്ല സിനിമ കാണാൻ പോവാനോ? എന്താ പ്രശ്നം എന്നറിയോ? ഗോരഖ്പൂരിലെ തൊഴിലാളികൾ ട്രെയിൻ ഇറങ്ങിയത് പുലർച്ചെ 3 മണിക്കാണ്. എല്ലാത്തിനെയും ബാഗ് വെച്ച് ഉറക്കിയപ്പോഴേക്കും നേരം വെളുത്തു. ഞാൻ ഉറങ്ങിയില്ല. അവിടെ ഉറങ്ങും ബംഗാളികളുടെ ശല്യം. സിനിമയ്ക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ വാതിൽ നടക്കട്ടെ. ഒരു മിനിറ്റ്, ചായ എടുക്കട്ടെ. പഴമുണ്ടല്ലോ, ചായ വേണ്ട, ഞാൻ ഉറക്കട്ടെ. ഗോപിയേട്ടന് ഇത് എന്ത് പറ്റി? വാതിലടയ്ക്കുന്നു, ചായ വേണ്ടെന്ന് പറയുന്നു. പുതിയ ശീലങ്ങളാണല്ലോ. നീ ഒന്ന് പോകുന്നുണ്ടോ? 3 ലക്ഷം കൃത്യമായിട്ടുണ്ട്. ഓ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. സിൽവിമോ വരാൻ വൈകിയപ്പോൾ ആകെ പേടിച്ചിരിക്കുമായിരുന്നു. കുറേ ബുദ്ധിമുട്ടി കാണുമല്ലേ? ഓ, ബൈക്ക് പറ്റൂ, പിന്നെ കുറച്ച് അമ്മ വന്നു. അല്ല, അനാഥ മന്ദിരത്തിലെ മദർ അമ്മ, അവർ ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്. അത് വിറ്റു. പിന്നെ ഞാനായതുകൊണ്ട് തിരിച്ചു ചോദിക്കില്ല. എന്നാലും എത്രയും വേഗം നമുക്ക് ഈ പണം തിരിച്ചു കൊടുക്കണം. അതിന് പ്രയാസമില്ലല്ലോ. ഇറ്റലിയിൽ നിന്ന് മാർഗരറ്റിങ് വന്നാൽ പോരെ? ആ മോളെ, പറ്റിയ ഇന്ന് തന്നെ ബാംഗ്ലൂർ പോവാ വിസ വാങ്ങാൻ. ശരി. അപ്പോഴേ സെൽവിമോനെ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ 17-ാം തീയതി തന്നെ നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാം. എല്ലാം കർത്താവിൻ്റെ കൃപ. മോൻ അകത്തോട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കാം. അതെ, ഞാനേ രാവിലെ 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഒന്ന് അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ പോകണം. പഴയൊരു ഫ്ലൈറ്റ് ഫ്രണ്ട് വരുന്നുണ്ട്. വൈകി ഞാൻ വിളിക്കാം. ഹലോ, എന്താ? ഒന്ന് ചുമ്മാ ഇരിക്കലേ. നെക്ലേസ് ഇവിടെ പോകാനാ? വീടിൻ്റെ ജനലോ വാതിലോ ഇളക്കി മാറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ കാണും. വേണ്ട,
പോലീസൊന്നും പറയണ്ട, അതൊക്കെ ആകെ കുലുമാലാകും. പോലീസ് വേണ്ടേ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് തീരുമാനിക്കാം. ഈ നെക്ലസ് എത്ര പവണ്ടായിരുന്നു? പവൻ്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് എന്താ ഡേവിസ് ചേട്ടാ കാര്യം? പോവാനുള്ളത് പോയില്ലേ? ആ ബോബിയേട്ടൻ വന്നല്ലോ. എന്ത് പറ്റി? ഡേവിസ് ചേട്ടനെ മുകളിൽ ചേച്ചിയൊക്കെ ഉണ്ടല്ലോ. നെക്ലേസ് മോശം പോയത് അറിഞ്ഞിട്ട് വന്നതാണ് അളിയ. സുധാരണ ഇപ്പോൾ വന്നു. അതൊക്കെ പിന്നെ പറയാ. അളിയൻ എന്താ കാര്യം പോലീസിൻ്റെ അടുത്ത് പറയാതിരുന്നത്? ഒരു മിനിറ്റ്. അതെ, ഇപ്പോഴത്തെ പോലീസുകാരുടെ കാര്യം അറിയില്ലേ? അവർ വാദിയെ പ്രതിയാക്കി കളയും. മാത്രമല്ല, നെക്ലേസ് ഇവിടെ തന്നെ കാണുന്നേ, വേറെ ഇവിടെ പോവാനാ? വീട് മൊത്തം അരിച്ചു പെറുക്കി. പിന്നെ അത് ഇവിടെ പോയി കുറേയൊക്കെ ശ്രദ്ധ വേണം. ഭാഗ്യത്തിന് ഇവിടുത്തെ എസ്ഐൻ്റെ പരിചയക്കാരനാണ്. അങ്ങനെ ഏത് കള്ളനും സെക്കൻഡ് വെച്ച് പിടിക്കും. അപ്പോൾ പോലീസിൽ പറഞ്ഞു അല്ലേ? വേറെന്താ വഴി? വിരലടയാളം പരിശോധിക്കുന്നവരും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. കള്ളം പോയാലും വിരലടയാളം അവിടെ തന്നെ കാണുമല്ലോ. എന്നാൽ പിന്നെ ഞാൻ പോവാം. ലേബേഴ്സിന് കൂലി കൊടുക്കണം, ഇപ്പം തന്നെ വൈകി. കൂലിയൊക്കെ പിന്നെ കൊടുക്കാം. പോലീസുകാർ വരും, വീട്ടുകാരനില്ലാതെ എങ്ങനെയാ? അതല്ല, എനിക്ക് ആട്ട വാങ്ങണം ചപ്പാത്തി ഉണ്ടാക്കാൻ. ആട്ട ഇവിടെ ഉണ്ട്, ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി തരാം. വേറെ പ്രശ്നങ്ങളുണ്ട്. നമസ്കാരം സാറേ. നമസ്കാരം. ഈ ഭാഗത്ത് അങ്ങനെ മോഷണം നടക്കാറുള്ളൂ സുധാര? ഇവിടെ നാട്ടുകാർ അങ്ങനെ തന്നെയാണ് സാറേ പറയുന്നത്. ഈ വിരലടയാള വിദഗ്ധർ വന്നിട്ടുണ്ടോ സാർ? ഇവിടുത്തെ വീട്ടുകാരാണ്, എൻ്റെ അളിയനാണ് സാറേ. അത് ശരി. എന്താ ചോദിച്ചാൽ? വിരലടയാള പരിശോധിക്കുന്ന ആള് അല്ലേ വന്നിട്ടുണ്ട്. എന്താ? അല്ല, ഞങ്ങൾ വീട്ടുകാരുടെ എല്ലാവരുടെയും വിരലടയാളം ആ മുറിയിൽ ഇഷ്ടംപോലെ കാണുമല്ലോ. അതിൻ്റെ ഇടയിൽ ഈ കള്ളൻ്റെ വിരലടയാളം മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ സാർ? എവിടെ ജോലി ചെയ്യുന്നത്? അളിയൻ ഈ ബംഗാളി ബീഹാറി ലേബേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ആളാണ് സാറേ. ആണോ? എനിക്ക് മറ്റൊരു കേസിൽപ്പെട്ട ഒരു ബീഹാറിയെ പറ്റി ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞങ്ങളുടെ അവിടെ ബീഹാറികളില്ല, മുഴുവൻ ഒറീസക്കാരാ സാറേ. അത് സാറില്ല, വരൂ. സുധാര സാർ, ഒന്നിങ്ങോട്ട് വന്നേ. ഇയാളുടെ ഭാര്യ വിളിച്ചോ? എല്ലാവരും പോയിക്കോളും. ഇവിടെ മാലൊന്നും മോശം പോയില്ല. പോയിക്കോളും. ശരി, പോയിക്കോളും. എവിടായിരുന്നു? ഇന്ന രജിസ്റ്റർ കല്യാണം. സാക്ഷികൾ ഒപ്പിടണമല്ലോ. ഒന്ന് ഗോപാൽജി ആവാമെന്ന് വിചാരിച്ചിരുന്നു. കാണാതായപ്പോൾ സലോമി എന്നത് ഏർപ്പാടിയാന്ന് പറഞ്ഞു. ഗോപാൽജി എവിടെയായിരുന്നു? ഒരാളുടെ 16 അടിയന്തരം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരിക. ഓ, മരിച്ചാരാ? ബംഗാളിയോ ഒറീസയോ? ഒരു കിഴങ്ങ് മലയാളി. അയ്യോ പാവം. അതൊക്കെ പോട്ടെ, നിന്റെ കാര്യമൊക്കെ ഓക്കെ ആയല്ലോ അല്ലേ? ഈ രജിസ്റ്ററൂടെ കഴിയുമ്പോൾ എല്ലാം ഓക്കെ. എൻ്റെ കാര്യം ഏതാണ്ട് ഓക്കെ ആയി. നല്ല കാര്യം. ഗോപാൽജി, എൻ്റെ ഈ ജുബ എങ്ങനെയുണ്ട്? ബൈക്ക് പറ്റുവാണെങ്കിൽ കുറച്ച് കാശ് ബാക്കി നമുക്ക് വാങ്ങിച്ചത്. കല്യാണമല്ലേ, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? ഒരു ജുബയുടെ കുറവ് ഇതിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു തൊഴിൽ പഠിപ്പിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്ത് തൊഴിൽ? ഇനിയിപ്പോൾ ഏജൻറ്റ് പണി പോയാലും പേടിക്കാനില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അല്ല, കുറ്റം എൻ്റെ തന്നെയാണ്. ഗോപാൽജി ആർട്ട് സിനിമ പോലെ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നു. ഭാര്യ, മക്കൾ, അളിയൻ, SI. ഗോപാൽജി, ഇനി ഇന്നാ വൈകും. പോട്ടെ, രജിസ്റ്റർ കഴിഞ്ഞ് കാണാം. ഓക്കെ, ടേക്ക് കെയർ. ഹലോ സലോമി, ഞാൻ ഇവിടെ എത്തി. അപ്പച്ചന് ഈശ്വര, എവിടെ കരയല്ലേ സലോമി? ഞാൻ എന്താ വരാം, ഇപ്പം വരാന്ന്. കിളവന് നെഞ്ചുവേന വരാൻ കണ്ട സമയം.
എന്താ നമ്മുടെ അപ്പച്ചനെ പറ്റിയ? എവിടെ കിടത്തിയിരിക്കുന്നത്? എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് കൊണ്ടുപോയിരിക്കുക. ഇന്നലെ രാത്രി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് രാവിലെ റൂമിൽ ചെല്ലുമ്പോൾ എന്നോട് പറയാം എനിക്കെന്തോ തളർച്ച പോലെ ഉടനെ ആശുപത്രി പോകണമെന്ന്. ഇനിയിപ്പോൾ പൊറോട്ട കഴിച്ചുകൊണ്ടുള്ളായിരിക്കും. ഏയ് അതിൻ്റെ ഒന്നുമല്ല. അപ്പച്ചൻ എന്നും 5-6 പൊറോട്ട കഴിക്കുന്നതല്ലേ. പതുക്കെ. വല്ല COAD ആണോ സിസ്റ്റർ? പേഷ്യൻ്റ് എൻ്റെ അപ്പച്ചന് COAD അല്ലെങ്കിൽ TIA CCF അങ്ങനെ വല്ലതും ആണോ? ഡോക്ടർ വരുമ്പോൾ ചോദിച്ചോളൂ. സിൽവിമോൻ ആരെ പറ്റിയാ CAD ആണോ എന്ന് ചോദിച്ചത്? CAD അല്ല അമ്മച്ചി, COAD അസുഖത്തിൻ്റെ പേര്. എന്ന് വെച്ചാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്. ഞങ്ങൾ ഈ മെഡിക്കൽ രംഗത്തുള്ളവർ പറയുന്ന ചുരുക്കപ്പേര്. നമ്മുടെ കല്യാണം മുടങ്ങി. അതാണ് ഇപ്പോൾ പ്രധാന കാര്യം. ഈ അവസ്ഥ ഞാൻ എങ്ങനെ ജർമ്മനി പോകും? അയ്യോ, വിസ ക്യാൻസൽ ആവില്ലേ? സലോമി, ഈ കിടക്കുന്ന എൻ്റെയും കൂടെ അപ്പച്ചന് യാത്ര മുടക്കുന്നതിനെ പറ്റി ആലോചിക്കുക വേണ്ട. അത് ശരിയാ മോളെ. സിൽവിമോൻ ഉണ്ടല്ലോ ഇവിടെ. മോൻ കടം വാങ്ങിച്ച കാശാ വിസയ്ക്ക് കൊടുത്തത്. എല്ലാം വെറുതെ ആവത്തില്ലേ? ഇല്ല അമ്മച്ചി, ഞാൻ ജർമ്മനി പോകുന്നില്ല. സലോമി നീ ഒരു മിനിറ്റ് അമ്മച്ചി. ഇവിടെ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ട്. ഒരു നഴ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാനുണ്ട്. എന്നെ വിശ്വാസമില്ല. എന്നാലും സലോമി ഇവിടെ നിന്നിട്ട് എന്താ പ്രയോജനം? ഒരു കാരണവശാലും യാത്ര മുടക്കരുത്. മറ്റന്നാളിലെ ടിക്കറ്റ് അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് നീ വന്നാൽ മതി. ആ വരവിൽ നമ്മുടെ കല്യാണം. ധൈര്യമായിട്ട് വിമാനത്തിൽ കയറിക്കാം. ചെല്ലമോളെ, അപ്പച്ചൻ ആശുപത്രി ഡിസ്ചാർജ് ചെയ്തല്ലോ. ഡിസ്ചാർജ് ചെയ്തല്ല മോനെ, ഡോക്ടർമാരുമായിട്ട് വഴക്കിട്ടതാ. ആശുപത്രി കിടന്ന അപ്പച്ചന് മതിയായി, അതാ കാര്യം. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ അവിടെ ചെന്നപ്പോഴല്ലേ കാര്യം അറിഞ്ഞത്. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. മാസത്തിലൊരിക്കലും ചെക്കപ്പിന് പോയാൽ മതി. ഇതകത്തേക്ക് വെച്ചേ. അപ്പച്ചന് ഹോർലിക്സും കുറച്ച് ഫ്രൂട്ട്സൊക്കെ. സിൽവിമോൻ ഇരിക്കേ, ചായ എടുക്കാം. അപ്പച്ചൻ ബാത്റൂമിലാ. നല്ല കാര്യം. സലോമി പോയിട്ട് വിളിച്ചില്ലല്ലോ അമ്മച്ചി? വിളിച്ചില്ലേ? ഇവിടെ അപ്പച്ചനെ ഒരു തവണ വിളിച്ചു. അതെപ്പോഴായിരുന്നു മോളെ? പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട്. പുതിയ സ്ഥലമല്ലേ, താമസമൊക്കെ ശരിയാവുന്നേ ഉള്ളൂ. പിന്നെ IST വിളിക്കാനുള്ള കാശ് കയ്യിലില്ലല്ലോ, ശമ്പളം കിട്ടണ്ടേ. അല്ല, അവിടെ വേറെയും മലയാളി നഴ്സുമാർ കാണില്ലേ? അവരുടെ ഫോൺ എന്തെങ്കിലും വിളിക്കാമല്ലോ. കഷ്ടകാലത്തിന് ആ ആശുപത്രിയിൽ ഒറ്റ മലയാളി നേഴ്സ് ഇല്ല. ഉടനെ വിളിക്കും. മോനെ വിളിക്കാതിരിക്കും അവള്. മോനിരിക്കും. ഇതാരോടായി നോക്കട്ടെ. ആരും ഇല്ല. അമ്മച്ചി, ആ മഞ്ഞ കളറിൽ ഗുളിയല്ലേ, അതൊരു മാസം കൂടെ കൊടുത്തു. അപ്പച്ചൻ ഈ പപ്പടം അച്ചാറൊന്നും കഴിക്കണ്ട. ബീഫ് കഴിക്കാമോ? പിന്നെ ഇപ്പൊ ബീഫ് കഴിക്കാഞ്ഞിട്ടാ. അപ്പച്ചൻ്റെ ബീഫ് ഞാൻ ഏറ്റു. സിൽവിമോനെ കൈ ചീത്തയാക്കണ്ട, അമ്മ ചെയ്തോളെ ഇതൊക്കെ. ഞാനൊന്ന് പഠിക്കട്ടെ. ജർമ്മനി ചെന്ന് അവളെ സഹായിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ശരിയാ, അല്ലെങ്കിൽ അവൾക്ക് ഇതൊന്നും അറിയത്തില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. നീ ഇങ്ങനെ കരയാതെ വെച്ചേ. പെമ്പിള്ളേരായ കുറച്ചൊക്കെ ധൈര്യം വേണം. ഓളെന്തിനാ കരയുന്നത്? ഇവിടെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒരുത്ത ശല്യം ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അത് നമുക്ക് നാളത്തോടെ ശരിയാക്കാം. ഞാനും ഈ പണി കുറേ പഠിച്ചതാണ്. എക്കോ എടുക്കണം, വേണ്ടി വന്ന ആൻജിയോഗ്രാമം ചെയ്യണം. എൻ്റെ ഒരു മനസ്സമാധാനത്തിൽ. ക്രിയാറ്റിൻ ലെവൽ കുറച്ച് കൂടുതൽ, പക്ഷെ ഡോക്ടർമാരൊന്നും മൈലിയുന്നില്ല. കാരണം എന്താ? ക്രിയാറ്റിൻ ലെവൽ കുറയ്ക്കാനുള്ള മരുന്ന് അലോപ്പതിയിലില്ല. അതിന് ഹോമിയോപ്പതി നോക്കണം. കുറ്റിപ്പുറത്തുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ ഇക്ബാൽ, മിടുക്കന. അപ്പം ചെന്ന് മിണ്ടായിരിക്കുന്നത് ഹാപ്പി അല്ലേ? എന്തു പറ്റി അമ്മച്ചി? ഇത്ര സ്നേഹമുള്ള എന്നെ മനസ്സിലാക്കാൻ എൻ്റെ മോക്ക് കഴിഞ്ഞില്ലല്ലോ മോനെ. എന്ത്? ഇന്ന് വന്നാൽ വാട്സപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കും മോളെ.
ഇത് നമ്മുടെ സലോമിയല്ലേ? കൂടെ നിൽക്കുന്ന ആ ജർമ്മൻകാരൻ സാഹിബിന് ആ വഞ്ചക്ക് കെട്ടി. പലവരു കാണുമ്പോൾ ഒരു ചിരി തൂകുമ്പോ ഒരു ചിരി തൂകുമ്പോൾ അതിലൊരു തേനുണ്ടോ? പലവരു കാണുമ്പോൾ ഒരു ചിരി തൂകുമ്പോ ഒരു ചിരി തൂകുമ്പോൾ അതിലൊരു തേനുണ്ടോ? വണ്ടി എടുത്ത് മാറ്റാ നീ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വേഷം മാറി നടക്കുന്ന ഒരു CID ആണ് ഞാൻ. അയ്യോ CID. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെരുങ്കള്ളൻ ഈ ബസ്സിലുണ്ടെന്ന് ഒരു അജ്ഞാത സന്ദേശം കിട്ടി. അവനെ പിടികൂടാൻ എല്ലാവരും സഹകരിക്കണം പ്ലീസ്. ഒരു CID ജീവനോടെ ആദ്യമായിട്ടാണ് കാണുന്നേ. ജീവനില്ലാത്ത CIDയെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഈ കോന്തനാണോ CID? ഉണ്ടാ കോന്തനാണെങ്കിൽ ഭയങ്കര ബുദ്ധിയായിരിക്കും. വാ മോനെ. എന്തായാലും എന്തോരോ മാന്യൻ. മാന്യന്മാരൊക്കെ ഈ പണിക്ക് ഇറങ്ങുന്നത്. ബാഗ് മാറ്റാ മോന്തത് കാണട്ടെ. എല്ലാവർക്കും CID ഡിപ്പാർട്ട്മെന്റ് നന്ദി. റേബ സാബ് ശുക്രിയ. ഓരോന്ന് ഇറങ്ങിക്കോളും വേഷം കെട്ടുമായിട്ട്. എന്നാലും ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ തന്നെ. ബസ്സിലുള്ള ആൾക്കാർ മുഴുവൻ നിന്നെ അറിയാം. നീ കോടിയേരി ബാലകൃഷ്ണ. അവരല്ല ഞാൻ ശരിക്കുള്ള കള്ളനാവെന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. എൻ്റെ ഭാര്യ, അളിയൻ, SI അവരുടെ മുമ്പിൽ വെച്ച് എനിക്കെന്ത് സംഭവിച്ചു നീ കണ്ടിട്ടില്ലല്ലോ. വാ വണ്ടിക്കാർ.